ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പാപ്പ ഒരു കഷ്ണം ചക്ക തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെന്ത് വിചാരിച്ചു വൈകിട്ട് ചക്കപ്പേരിയും ചായയും കൂട്ടിയിട്ട് കഴിക്കാമെന്ന്. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, വേഗം അതൊക്കെ നന്നാക്കി തന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റേതായ ചെറിയ ചെറിയ പണികൾ ചെയ്ത് വെക്കുകയാണ്. കുറച്ച് വെള്ളമൊക്കെ പിടിച്ച് വെച്ചു. അപ്പോൾ അമ്മ ചക്ക നന്നാക്കി തന്നപ്പോൾ ഞാനത് കുക്കറിൽ അത് വേവിച്ച് വെച്ചു കേട്ടോ. അതിന് ശേഷം ഞാൻ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് കുറച്ച് ഉപ്പ് അതിലിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. അതൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. അതൊന്ന് സെറ്റായി വരുമ്പോൾ ഈ വേവിച്ച് വെച്ചിരിക്കണ ഞാൻ ചക്ക ഉപ്പിട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ഒരു 2 മിനിറ്റ് നേരമൊക്കെ ഇളക്കി കൊടുത്തു. ഈ മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടിയൊക്കെ കൂടിയിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അങ്ങനെ എനിക്കത് സെറ്റായി എന്ന് തോന്നിയപ്പോൾ ഞാനത് തീ ഓഫ് ചെയ്തിട്ടു കേട്ടോ. ഞങ്ങളിങ്ങനെയാണ് ഇവിടെ ചക്കപ്പേരി വെക്കാറ്. നിങ്ങളെങ്ങനെ ചക്കപ്പേരി വെക്കുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പല സ്ഥലത്തും പല രീതിക്കാണല്ലോ നമ്മൾ ഉപ്പേരി വെക്കാറ്. പിന്നെ ഇന്ന് ഞായറാഴ്ചയായ കാരണം കൊണ്ട് ഏട്ടന് ഇന്ന് അമ്പലത്തിലൊരു മീറ്റിംഗ് ഉണ്ട് പറഞ്ഞിട്ട് ഏട്ടൻ പോയി. അതിൻ്റെ പിന്നാലെ അമ്മയും പോയി. അമ്മ കുടുംബശ്രീയിലുണ്ടേ. അപ്പം അമ്മ ഒരു 5 മണി സമയത്താണ് നമ്മുടെ കുടുംബശ്രീ കൂടുതൽ എല്ലാവരും കൂടിയിട്ട്. അപ്പം അമ്മ അങ്ങനെ അങ്ങോട്ട് പോയി. അതിൻ്റെ ഇടയിൽ ഋതുവിന് ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായ കൊണ്ടു കൊടുത്തപ്പോൾ അവൻ കുടിക്കണില്ല കേട്ടോ. ഋതു എങ്ങനെയുണ്ട് സുബ്ര? എരിവുണ്ടോ? അതെ, എരിവുണ്ടാവും. എരിവ് അതെ, തടിയോ? അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ.